പാലക്കാട് രണ്ടിടത്തുണ്ടായ കാട്ടാനാക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. അട്ടപ്പാടിയിൽ പുലർച്ചെ 4 മണിക്കുണ്ടായ ആക്രമണത്തിൽ മുള്ളിയിൽ പുഴയ്ക്കരികെ താമസിക്കുന്ന വല്ലങ്കരിക്ക് പരിക്കേറ്റു. ഗുളിക്കടവിൽ ഓട്ടോറിക്ഷയിൽ വരികയായിരുന്ന മിനി ഷാജി, ഓട്ടോ ഡ്രൈവർ പ്രസാദ് എന്നിവർക്കും പരിക്കേറ്റു. ഇക്ബാൽ ഇറക്കലുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ. ഗുഡ് മോർണിംഗ് ഇക്ബാൽ. വീണ്ടും കാട്ടാനാക്രമണത്തിന്റെ വാർത്തയാണ്. എപ്പോഴാണ് ഈ ആക്രമണങ്ങൾ നടന്നത്? 2 ആക്രമണങ്ങളും പാലക്കാടാണ് നടന്നത്. ഒന്ന് ചിറ്റൂരെങ്കിൽ മറ്റൊന്ന് അട്ടപ്പാടിയിൽ. എപ്പോഴൊക്കെയാണ് ആക്രമണങ്ങൾ നടന്നത്? ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ അവസ്ഥ എന്താണിപ്പോൾ? അരുൺകുമാർ, ഈ 2 കാട്ടാനാക്രമണം നടന്നിരിക്കുന്നത് പാലക്കാട് അട്ടപ്പാടിയിലാണ്. അട്ടപ്പാടി ഈ മുള്ളിയിൽ വെച്ചാണ് ഒരു ആദിവാസി യുവാവിന് നേരെ പുലർച്ചെ 4 മണിയോടുകൂടി കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. മേലെ മുള്ളി മേഖലയിൽ വനമേഖലയോട് ചേർന്നിട്ടുള്ള ഒരു പുഴയ്ക്കരികിലേക്ക് കുളിക്കുന്നതിന് വേണ്ടി പോയതായിരുന്നു വെള്ളിങ്കിരി എന്ന് പറയുന്ന ആദിവാസി യുവാവ്. ഈ സമയത്താണ് വെള്ളിങ്കിരിയെ കാട്ടാന ആക്രമിക്കുന്നത്. കാട്ടാനയുടെ ആക്രമണത്തിൽ വെള്ളിങ്കിരിക്ക് പരിക്കേൽക്കുന്നു. പിന്നീട് നാട്ടുകാർ ഈ വെള്ളിങ്കിരിയെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇതിനിടയിലാണ് പുലർച്ചെ 5 മണിയോടുകൂടി അട്ടപ്പാടി ഗൂളിക്കടവ് ചിറ്റൂരിൽ വെച്ച് മറ്റൊരു കാട്ടാന ആക്രമണം ഉണ്ടാവുന്നു. അവിടെ ഓട്ടോറിക്ഷയിൽ വരികയായിരുന്ന ആളുകളെയാണ് കാട്ടാന ആക്രമിച്ചത്. ഓട്ടോറിക്ഷയിൽ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. 2 ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന ഡ്രൈവർ പ്രസാദ്, അതുപോലെ തന്നെ മിനി ഷാജി എന്ന് പറയുന്ന യുവതിക്കുമാണ് പരിക്കേറ്റത്. ഇരുവരും വരികയായിരുന്ന ഓട്ടോ കാട്ടാന ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പിന്നീട് നാട്ടുകാരാണ് ഇവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ 3 പേരും കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചികിത്സയിലാണ്. 3 പേരുടെയും പരിക്ക് ഗുരുതരമുള്ളതല്ല. ഇതിൽ തന്നെ ഈ ഗൂളിക്കടവ് ഈ കാട്ടാന ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഒരു ഒറ്റയാനാണ് ഈ ആക്രമണം നടത്തിയതെന്നുള്ളതാണ് നാട്ടുകാർ പറയുകയും ചെയ്യുന്നത്. ഏതായാലും ഈ 2 കാട്ടാനകളും ഇപ്പോൾ വനവകുപ്പിന്റെ നേതൃത്വത്തിൽ കാട് കയറ്റിയിട്ടുണ്ട്. ഇനി നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഈ ആനകൾ ജനവാസ മേഖലയിലേക്ക് തിരിച്ചെത്താതിരിക്കാനുള്ള നടപടികൾ ഉടൻ തന്നെ വനവകുപ്പ് സ്വീകരിക്കണമെന്നുള്ളതാണ്. ഓക്കെ, ഇക്ബാലാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും അട്ടപ്പാടിയിലും ചിറ്റൂരിലും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇക്ബാൽ പാലക്കാട് നിന്ന് പങ്കുവയ്ക്കുന്നത്. അവസാനിക്കുന്നതേ ഇല്ലല്ലോ അല്ലേ വന്യജീവി ആക്രമണം? എങ്ങനെ അവസാനിക്കാനാണ്? പലയിടത്തും കാട്ടാനകളുടെ എണ്ണം പെരുകി, കാടിന്റെ വലിപ്പം കുറഞ്ഞു, നാട്ടിലേക്ക് ഇറങ്ങും സ്വാഭാവികമായും എന്നുള്ളതാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായേ മതിയാകൂ.